ഹായ് ഹലോ. അങ്ങനെ വീണ്ടും നമ്മൾ വന്നിരിക്കുന്നു. ഇന്ന് നമ്മളുടെ താഴത്തെ ബാത്റൂമിൻ്റെ ടൈൽസ് ഇട്ട് കഴിഞ്ഞു കേട്ടോ. ഇന്നലെ കഴിഞ്ഞു. ഇനി എപ്പോക്സിയും കൂടെ അടിക്കാനുണ്ട്. ലാഭം നോക്കി അത് വലിയൊരു നഷ്ടക്കച്ചവടമായി മാറിയ പരിപാടിയായിരുന്നു ബാത്റൂമിലത്തെ ടൈൽസ് ഇടുക എന്നുള്ളത്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫ്രണ്ട് ഏരിയ ഒന്നും യാതൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. വളരെ സ്ലോയിലാണ് നമ്മുടെ പണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ടൈൽസ് ഇടാൻ ഉപയോഗിക്കുന്ന ബോണ്ട്. ഇതാണ് കേട്ടോ. ഇതാ ടൈൽസുകൾ. അതിൽ ഒരു ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ. മുകളിലത്തെ ബാത്റൂമിക്കും കൂടെ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ മാറ്റിയെടുക്കണം. പിന്നെ ഇതാണ് നമ്മൾ വാളിലേക്ക് എടുത്ത ടൈൽസ്. ഇത് വന്നിട്ട് 1 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. വളരെ വില ചുരുക്കിയിട്ട് റേറ്റ് കമ്മിയായ ടൈല് പോയിട്ട് എടുത്തിരിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ അല്ലേ, ഇത് നമ്മൾ ബാത്റൂം ഫുള്ള് ടൈലിട്ട് തീർന്നു. സംഭവം കാണാൻ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് 2 ദിവസം എടുത്തു ഇതിൻ്റെ പണി മൊത്തം തീരാൻ. അതായത് 2 ദിവസം 2 പേര് പണിയെടുത്തതാണ് ഇത്. ലാഭം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പണി കൂടി. അപ്പോൾ ആ പണി കൂടി കഴിഞ്ഞപ്പോൾ എന്തായി, നമ്മൾ നോക്കിയ ലാഭം തീർന്നുപോയി. അത് നമ്മൾ 4x2 വലിയ ടൈൽ എടുക്കുമായിരുന്നെങ്കിൽ ഏകദേശം ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ടൈലും കിട്ടും. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ടൈലിട്ട് തീരും ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മൾ അതിബുദ്ധി കാണിച്ചു. കാരണം ഈ 1 സ്ക്വയർ ഫീറ്റ് ടൈല് ഒട്ടിച്ച് വരുമ്പോഴേക്കും സമയം ഒരുപാട് എടുക്കും. പക്ഷേ ഇത് വാങ്ങാൻ പോയ സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചില്ല. പിന്നെ നമ്മൾ ആ താഴത്തെ ബാത്റൂമിലേക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു വാട്ടർ പ്രൂഫിങ്ങിന് ഉപയോഗിച്ച സൊല്യൂഷൻ. ഇത് 7 കിലോൻ്റെ സാധനം മേടിച്ചിട്ട് അത് താഴത്തെ ബാത്റൂമിൽ 2 അടിക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ സാധനം തേക്കുമ്പോഴേക്കും ആ കട്ട അപ്പോഴേക്കും വലിച്ചെടുക്കുകയാണ് സംഭവം. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ വേറെ യാതൊരുവിധ പണിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂമിൽ ഏകദേശം നല്ല പുട്ടി വർക്ക് ഏകദേശമൊക്കെ തീർപ്പാക്കി എന്ന് വേണേൽ പറയാം. നമ്മൾ ഇത് തന്നെയാണ് ഇപ്പോൾ ആകെ ചെയ്തിട്ടുള്ളൂ. വളരെ മന്ദഗതിയിലാണ് പണി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞ ഇത് കറക്റ്റായിരുന്നു കേട്ടോ. കാരണം അല്ലേ, ഇങ്ങനെ ഇവിടെ നമ്മൾ ചാരി ഇരിക്കുമ്പോൾ ഗ്ലാസ് ആയിട്ട് ഇട്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ചാരി ഇരിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഈ പുറകിലായി ഇത് കൊടുത്തതുകൊണ്ട് നമുക്ക് ചാരി ഇരിക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈൽസ് എടുക്കുന്ന കാര്യം ഞാൻ ഒരു 4-5 ഷോപ്പുകളിലെല്ലാം പോയി ചോദിച്ച് റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ടൈലെടുത്തത്. അതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ടൈല് പോയിട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത്. ഒരു 10-25 രൂപയ്ക്കുള്ളിലാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ആ ലാഭം നോക്കിയ ക്യാഷ് പണിക്കൂലിയായിട്ട് ഇപ്പുറത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇത് ഇനിയിപ്പോൾ എപ്പോക്സി ഇടണമെന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ ഫീറ്റിൻ്റെ ചുറ്റിന് നമ്മൾ എപ്പോക്സി ഇടണം. അത് 4x2 ടൈലായിരുന്നു എന്നുണ്ടെങ്കിൽ 8 സ്ക്വയർ ഫീറ്റിൻ്റെ ചുറ്റിനും എപ്പോക്സി ഇട്ടാൽ മതിയായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഓരോ സ്ക്വയർ ഫീറ്റിൻ്റെ ചുറ്റിനും നമ്മൾ എപ്പോക്സി ഇടണം. അപ്പോൾ അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ബോണ്ട് തന്നെ ഏകദേശം ഈ താഴത്തെ ഈ ഒരു ബാത്റൂമിലേക്ക് മാത്രം 10 ചാക്ക് ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. 10 ചാക്കിന് 4000 രൂപ. അതങ്ങനെയായി. അപ്പോൾ അങ്ങനെ എന്തെന്നാണ് ലാഭം നോക്കി അവിടെ അതിനെക്കാട്ടിലും വലിയ നഷ്ടം സംഭവിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. പണിക്കാർ നമ്മളോട് മുൻകൂട്ടി പറഞ്ഞുമില്ല ഇങ്ങനെ ഒരു ഇതും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുമില്ല.
നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനുള്ള ഒരു ടൈല് പോയിട്ട് എടുത്തു, കൊണ്ടുപോയി കൊടുത്തു, പണിക്കാരത് ഇട്ട് തന്നു, അത്രേ ഉള്ളൂ. അത് 6x4 അല്ല 4x2 ടൈലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് പരിപാടിയും തീരും. വലിയ മെനക്കേടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത്തിരിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടിച്ചു. ഇനി മുകളിലത്തെ ബാത്റൂമിലേക്കും നമ്മൾ സെയിം ടൈല് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് മറ്റേ വേറെ ടൈല് എടുക്കാം എന്നുള്ളൊരു മൈൻഡിലിരിക്കുകയാണ്. കാരണം മുകളിലത്തെ ടൈല് വന്നിട്ട് മുകളിൽ നമ്മൾ വി ബോർഡിലാണ് ടൈല് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ വി ബോർഡിൽ ഒട്ടിക്കുന്ന സമയത്ത് മറ്റേ ഇത്രയും ചെറിയ ടൈല് വി ബോർഡിലേക്ക് ഒട്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മുകളിലത്തെ ബാത്റൂമിലേക്ക് 4x2 തന്നെ ടൈല് എടുക്കുന്നുണ്ട്. അതെന്തായാലും മറ്റേ ഇപ്പോൾ പെട്ടെന്നില്ല. ഇനിയിപ്പോൾ ഈ ബാത്റൂം ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ബാത്റൂം വേഗം ടൈലൊട്ടിച്ച് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞാലാണ് വീടിന് നമ്പർ കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്പർ നോക്കാനുള്ള നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ആൾ വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണേ. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള അമളികൾ നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഈ വീടിന് ടൈലൊക്കെ വില കുറച്ച് ടൈലെടുക്കാൻ നടക്കുന്നവരെല്ലാം മറ്റേ അങ്ങനെ ടൈലെടുക്കാൻ നടക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ ടൈൽസിൻ്റെ വില മാത്രം നോക്കിയാൽ പോരാ, പണിക്കൂലിയും കാര്യങ്ങളും, അതിന് ചിലവാകുന്ന ബോണ്ടിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ കണക്ക് കൂട്ടിയിട്ട് വേണം ടൈലെടുക്കാൻ. ടൈലിൻ്റെ വില മാത്രം നോക്കിയിട്ട്, പിന്നെ അതല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട്. മാക്സിമം നമ്മളുടെ തൊട്ടടുത്തു നിന്നുള്ള ഷോപ്പിൽ നിന്നൊക്കെ ടൈൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ ഒരു ടൈല് പൊട്ടി, ഇന്നലെ ബോക്സ് അയച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ കൊണ്ടുവന്നാൽ മതി, മാറ്റി തരാമെന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മൾ ടൈലെടുത്തത്, കിലോമീറ്ററേ ഉള്ളൂ. അത് നമ്മൾ മറ്റേ സ്കൂട്ടി ഉണ്ട്, അതിൽ കൊണ്ടുപോയി കൊടുത്ത് വേറെ ടൈല് മാറ്റി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ദൂരെ നിന്നാവുമ്പോൾ ബൾക്കായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു 4-5 ടൈലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ലാഭം കാണുന്ന പരിപാടിയിൽ അത് ഇല്ലാണ്ടായി പോകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ കുറേ അന്വേഷിച്ച് തേടി നടക്കുന്നതും നമുക്ക് നഷ്ടം തന്നെയാണ്. കാരണം ഇപ്പം ഞാൻ ഏകദേശം ഒരു 5 ഷോപ്പുകളിൽ, പക്ഷേ 5 ഷോപ്പുകളിലും പോയത് ഞാൻ ഇതിനു വേണ്ടി പോയതല്ല കേട്ടോ, അത് വേറൊരു കാര്യമുണ്ട്. ഞാൻ വർക്കിന് പോകുന്ന സമയത്ത് ആ ഏരിയയിലുള്ള ഷോപ്പുകളിൽ കയറുന്നു എന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ ഷോപ്പിലേക്ക് ടൈല് നോക്കാനായിട്ട് ഷോപ്പുകളിൽ തേടി പോയി കഴിയുമ്പോൾ അതിൻ്റെ ചിലവ് കൂടെ നമ്മൾ ഈ ടൈലിൻ്റെ ലാഭം നോക്കുന്നതിൽ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയ വീട് പണിയുന്നവർക്കും അതായത് ഇപ്പോൾ ടൈലെടുക്കാൻ പോകുന്നവർക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ സഹായിക്കാൻ നോക്കുക. നമുക്കോ ഇങ്ങനെ പറ്റി, ഇനി മറ്റുള്ളവർക്ക് പറ്റാതിരിക്കട്ടെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ വീണ്ടും അടുത്ത പരിപാടി പെയിൻറ്റിങ് അല്ല, ഈ പുട്ടിയിട്ടത് ഒന്ന് പോളിഷ് ചെയ്ത് വൈറ്റ് സിമെൻ്റ് അടിക്കണം. പുട്ടി ഇനി ഒരുപാടത്ത് ഇടാനുണ്ട്. ചുമരുകളിൽ വി ബോർഡുകളിൽ, ഈ കാണുന്ന വി ബോർഡുകളിലെല്ലാം വാൾപേപ്പർ ഒട്ടിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആവട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്തൊരു പരിപാടിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.